ഓവർ ഹാങ്ങിങ്ങിൻ്റെ പ്രോബ്ലമാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അറ്റ് പോയിൻറ്റ് ഡി ഒരു പോയിൻറ്റിലൂടെ ആക്ട് ആവുന്നുണ്ട്, ഇത് ഫ്രീ ആണ്. ഓക്കെ, അതാണ് ഓവർ ഹാങ് എന്ന് പറയുന്നത്. ഈ സൈഡ് ഫിക്സ്ഡ് ആണ്. പിന്നെ എ ബി സ്പാനിൽ ഒരു മൊമെൻറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡയറക്ഷൻ ശ്രദ്ധിക്കണം, ഈ സൈഡാണ്. 20 kN/m. അതേപോലെ സ്പാൻ ബി സിയിൽ ഒരു പോയിൻറ്റിലൂടെ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് സി സപ്പോർട്ടിൽ സെറ്റിൽമെൻറ്റ് ആവുന്നുണ്ടെന്ന്. അതായത് ഡ്യൂ ടു ദ ലോഡിങ്സ്, ഈ ലോഡിങ്സ് ഒക്കെ കാരണം സി സപ്പോർട്ടിൽ സിങ്കിങ് ഉണ്ടാവും കേട്ടോ. ആ വാല്യൂ അവർ തന്നിട്ടുണ്ട് 8 mm. അതിനാദ്യം നമുക്ക് ഫ്രീ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കണം. അതറിയാമല്ലോ, നമ്മൾ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത് എന്തുവാണ്? ഫ്രീ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. അത് വെച്ചാണ് നമ്മൾ പിന്നെ പ്രൊസീഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അത് വരയ്ക്കാം. അപ്പോൾ ആദ്യമേ ഇതിപ്പോൾ ഫിക്സ്ഡ് എൻഡ് ആയതുകൊണ്ട് എന്താണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? ഇമാജിനറി ബീം കൺസിഡർ ചെയ്യണം, ആണല്ലോ, ഇമാജിനറി സ്പാൻ. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഇമാജിനറി സ്പാൻ വരയ്ക്കാം. ഇത് A0. ഓക്കെ, ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് L0 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഫ്രീ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാം. ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി, ഇത് A0. ഓക്കെ, ഈ സ്പാനിൽ ഫ്രീ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം എങ്ങനെ വരും? ഇവിടെ മൊമെൻ്റാണ് ഉള്ളത്, അതും മിഡ് സ്പാനിലാണ്. ഈ 4 മീറ്ററിൽ 2 മീറ്ററിലാണ് ഈ മൊമെൻറ്റ് ആക്ട് ചെയ്തിരിക്കുന്നത്. ഈ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ എന്താണ്? ഇങ്ങോട്ടാണ്, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ്. ഈ ആരോ ഈ സൈഡിലാണ്. ഈ സൈഡിലാകുമ്പം ഫ്രീ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ഷേപ്പ് വരുന്നത്. എങ്ങനെ? ഇതാണ്ട് ഇങ്ങനെയാണ് ഷേപ്പ് വരുന്നത്. ന്യൂട്രൽ ആക്സിസിൻ്റെ താഴെ ഇങ്ങനെയാണ് ഷേപ്പ് വരുന്നത്. ന്യൂട്രൽ ആക്സിസിൻ്റെ മേളിൽ ഇങ്ങനെ ഷേപ്പ് വരും, ഇങ്ങനെ. ഓക്കെ, ഇപ്പോൾ ഈ ആരോ മാർക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നെങ്കിൽ, ഇങ്ങനെ ആയിരുന്നെങ്കിൽ ആരോ മാർക്ക് ഈ സൈഡിലാണ്, അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നേനെ, ഇങ്ങനെ. മനസ്സിലായോ? ഇങ്ങനെ വന്നേനായിരുന്നു. ഇതിപ്പം ആരോ മാർക്ക് ഈ സൈഡ്, അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ആരോ ഈ സൈഡിലാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ട്രയാങ്കിൾ വരുന്നത്. ഓക്കെ, ഷേപ്പ് വരുന്നത്. അങ്ങനെ നോക്കി വെച്ചിരുന്നാൽ മതി. ഇനി ഈ 2 പോയിൻറ്റ്സിൻ്റെ വാല്യൂ ഇതെങ്ങനെയാണ് നമുക്കറിയാം. എന്താണ്? MA/L. ഇവിടെ എഴുതാം നമുക്ക് ആദ്യം MA/L. ഓക്കെ, ഇത് MB/L ആക്കാം. MA/L. M എത്രയാണ് മൊമെൻറ്റ്? 20. 20 ഇൻറ്റു A എന്ന് പറയുന്നത് 2. ഇത് 2 ഡിവൈഡഡ് ബൈ ലെങ്ത് 4. ഇവിടെയാണ് MA/L എഴുതുന്നത്, എന്ന് വെച്ചാൽ ഈ ഡിസ്റ്റൻസിനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് MB/L എന്ന് പറയുന്നത് 20 ഇൻറ്റു 2/4 വിച്ച് ഈസ് ഈക്വൽ ടു 10 kN/m. ഇത് -10 kN/m. ഓക്കെ, എന്തിനാണ് ഇവിടെ മൈനസ്? ഇത് ന്യൂട്രൽ ആക്സിൻ്റെ താഴെ ആയതുകൊണ്ടാണ് ഇവിടെ മൈനസ്. ഇത് അതുകൊണ്ടാണ് പ്ലസ്. ഇത് കാണിക്കണം, മൈനസ് പ്ലസ്. ഓക്കെ, ഇവിടെ ഈക്വൽ ഡിസ്റ്റൻസിലാണ് മൊമെൻറ്റ് ആക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാണ്? മേളിലും താഴെയും ഈക്വലായിട്ടാണ് മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂട്ട് ആവുന്നത്. അതാണ് 10 10 എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ,
ഇപ്പോൾ ഇവിടെ 1 മീറ്ററും ഇവിടെ 3 മീറ്ററും ആണെങ്കിൽ ഇവിടെ എയുടെ അവിടെ 1ഉം ബിൻ്റെ അവിടെ 3യും കൊടുക്കണം. ഓക്കെ, അത്രേ ഉള്ളൂ ഡിഫറൻസ്. ഇങ്ങനെയാണ് ഈ മൊമെൻറ്റ് വരുന്ന കേസിൽ ഫ്രീ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുന്നത്. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ എന്താണ് ഫോർമുല? WL/4 ആണല്ലോ. W എത്രയാണ്? 30 ഇൻറ്റു L എന്ന് പറയുന്നത് 4 ഡിവൈഡഡ് ബൈ 4, അപ്പോൾ 30 കിലോ ന്യൂട്ടൺ മീറ്റർ. അപ്പോൾ ഇവിടെ ആയിട്ട് വരും. ഇങ്ങനെ ആവും, ഇങ്ങനെ ആയിരിക്കും ഷേപ്പ്. ഓക്കെ, ഇതാണ് 30 കിലോ ന്യൂട്ടൺ മീറ്റർ. ഇനി ഇവിടെ ഈ സ്പാൻ, അതായത് ഈ ഫ്രീ എൻഡ് ഇവിടെ ഓവർ ഹാങ്ങിങ് ആണ്. അതുകൊണ്ട് ഈ പോയിന്റിൽ ഒരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സി സപ്പോർട്ടിൽ മൊമെൻറ്റ് ഇൻഡ്യൂസ് ആവും. ഓക്കെ, മൊമെൻറ്റ് ഉണ്ടാവും. അത് മൊമെൻറ്റ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഈ 10 മൊമെൻറ്റ് എന്ന് പറയുന്നത് 10 ഇൻറ്റു ഈ ഡിസ്റ്റൻസ്, 10 ഇൻറ്റു 1 ആണ് മൊമെൻറ്റ് അറ്റ് സി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അറ്റ് സി മൊമെൻറ്റ് എത്രയാണ്? -10 കിലോ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, അപ്പോൾ ഷേപ്പ് എങ്ങനെയാണ്? ഇങ്ങനെ വരും, ഇങ്ങനെയാണ് ഷേപ്പ് ആവുന്നത്. ഇതാണ് മൈനസ്. ഓക്കെ, ഇനി നമുക്ക് ആദ്യത്തെ 2 സ്പാൻ കൺസിഡർ ചെയ്യാം, A0 AB. ഓക്കെ, അപ്പോൾ കൺസിഡറിങ് സ്പാൻ A0 AB, applying 3 moment equation. അപ്പോൾ A0 ABക്ക് എങ്ങനെയാണ് 3 മൊമെൻറ്റ് ഇക്വേഷൻ വരുന്നത്? M0 ഇൻറ്റു L0 ബൈ I0 പ്ലസ് 2MA ഇൻറ്റു L0 by I0 plus L1 by I1 plus MB into L1 by I1 equal to -6 into A0 into X0 divided by I0 into L0 plus A1 into X1 divided by I1 into L1. ഓക്കെ, ഇവിടെ L0 ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഈ ടേം 0 ആവും. അതേപോലെ ഇതും 0 ആവും, ഇതും 0 ആവും. ഓക്കെ ആണല്ലോ. പിന്നെ സെറ്റിൽമെൻറ്റിൻ്റെ ടേം എന്താണ് ഇവിടെ എഴുതാത്തതെന്ന് വെച്ചാൽ, ഈ സ്പാനിന് ഒരു സപ്പോർട്ടിലും സെറ്റിൽമെൻറ്റ് ആവുന്നില്ല. A0 ABയിൽ ഈ 3 പോയിന്റിൽ എവിടെയും സെറ്റിൽമെൻറ്റ് ആവുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ സെറ്റിൽമെൻറ്റിൻ്റെ ടേം എഴുതാത്തത്. ഏതാണ് അത് ടേം? S6E ഇൻറ്റു HA ബൈ L1 മൈനസ് HC ബൈ L2. അത് ഇവിടെ ആവശ്യമില്ല. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ എന്താവും? 2MA ഇൻറ്റു 4 ബൈ I പ്ലസ് MB ഇൻറ്റു 4 ബൈ I, ഇത് ഏതാ? 4 L1 ആണ് കേട്ടോ, L1 ഈക്വൽ ടു -6 ഇൻറ്റു A1 X1 ബൈ I1 L1, A1 X1 ബൈ I1 L1. ഇനി നമ്മൾ കണ്ടുപിടിക്കുന്നത് A1 X1 ആണ്. ഓക്കെ, A1 X1 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? A1 X1 ഈക്വൽ ടു, ഇത് ഇത്രയിലാണ് A1 X1 നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആണല്ലോ. ഇവിടുന്ന് സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ ഈ എൻഡിനാണ് സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് എടുക്കുന്നത്, അതായത് എത്ര? X0. അതേപോലെ X1 എടുക്കുന്നത് ഈ എൻഡിൽ നിന്നാണ്. ഓക്കെ, ഇതിപ്പോൾ അപ്രോക്സിമേറ്റ് ആയിട്ട് ജനറൽ ആയിട്ടാണ് ഞാൻ പറയുന്നത്. X0 X1 ഫ്രീ എൻഡ്സിനായിരിക്കും എപ്പോഴും സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് എടുക്കുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് A1 X1 വേണം. A1 ആദ്യം നമുക്ക് എഴുതാം. A1 എന്ന് പറയുമ്പം
ഈ ട്രയാങ്കിൾ ആണല്ലോ ഈ ഡയഗ്രാമിൻ്റെ ഫുൾ ഏരിയ ആണ് ഉദ്ദേശിക്കുന്നത് A1. അതേപോലെ x1ഉം അതുപോലെ തന്നെ. ഓക്കെ, ഇതിപ്പോൾ 2 ഫിഗർ ഉള്ളതുകൊണ്ട് രണ്ടും കൺസിഡർ ചെയ്യണം. അപ്പോൾ A1 എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ആദ്യം എത്രയാണ്? ഹാഫ് ഇൻറ്റു, ഇങ്ങോട്ട് എഴുതുവാണേ, ഹാഫ് ഇൻറ്റു ഇതിൻ്റെ ലെങ്ത്ത് എത്രയാണ്? ലെങ്ത്ത് ഇത് 2 മീറ്റർ, ഇത് 2 മീറ്റർ, ഇത് 2 മീറ്റർ, ഇത് 2 മീറ്റർ, ഇത് 1 മീറ്റർ. ഓക്കെ, ഹാഫ് ഇൻറ്റു ലെങ്ത്ത് 2 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? -10. ഓക്കെ, -10 ഇൻറ്റു A1 ആയല്ലോ. A1 എന്ന് പറയുന്നത് ഈ ഒരു ഫിഗറിൻ്റെ A1 കഴിഞ്ഞു, അതാണ് നമ്മളിപ്പോൾ എഴുതിയത്. ഇനിയിപ്പോൾ ഈ ഫിഗറിൻ്റെ x1 വേണം. x1 എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് കൺസിഡർ ചെയ്യുന്നത്, ആണല്ലോ, ഈ പോയിന്റിൽ നിന്നാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് നമ്മൾ കൂട്ടണം. 2 ഇൻറ്റു 2 പ്ലസ് ഇതിൻ്റെ സെൻട്രോയിഡ്, ഈ ട്രയാങ്കിളിലെ സെൻട്രോയിഡ്, അത് എത്രയാണ്? b/3 ആണല്ലോ. 1/3 ഓഫ് ലെങ്ത്ത്, 1/3 ഓഫ് ലെങ്ത്ത് 2. മനസ്സിലായല്ലോ. അപ്പോൾ അതേ കണക്ക് നമുക്കിവിടെ എഴുതാം. ഈ ആദ്യത്തെ ഫിഗറിൻ്റെ ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു -10 ഇൻറ്റു 2 പ്ലസ് 1/3 ഓഫ് 2. ഓക്കെ, പ്ലസ് ഇനി നെക്സ്റ്റ് ട്രയാങ്കിളിൻ്റെ A1 എന്താണ്? ഈ ഏരിയ എന്ന് പറയുന്നത് ഇവിടെ എഴുതുകയാണ് ഞാൻ. ഹാഫ് ഇൻറ്റു ഹൈറ്റ് 10 ഇൻറ്റു ലെങ്ത്ത് 2 പ്ലസ് സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് തന്നെ എടുത്താൽ മതിയല്ലോ. അപ്പോൾ 2/3 ഓഫ് ദി ലെങ്ത്ത്, 2/3 ഓഫ് ലെങ്ത്ത് 2. ഓക്കെ, അതാണ് ഇവിടെ എഴുതണം നമുക്ക്. ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 2 പ്ലസ് 2/3 ഓഫ് 2/3 ഇൻറ്റു 2. സോറി, പ്ലസ് അല്ല, ഇൻറ്റു ആണ്. A1 ഇൻറ്റു x1 ആണല്ലോ. മനസ്സിലായോ? അപ്പോൾ ഇത് ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ A1 ആണ് ഇത്രയും. ഓക്കെ, ഇത് x1ഉം അതേപോലെ സെക്കൻഡ് ഫിഗറിൻ്റെ A1 എന്ന് പറയുന്ന ഇതും x1 എന്ന് പറയുന്നത് ഇതും. ഓക്കെ, ഇതാണ് A1 x1 എന്ന് പറയുന്നത്. ഇത് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് കിട്ടുന്നത് വാല്യൂ എന്ന് പറയുന്നത് -13.37 കിട്ടും. അപ്പോൾ ഈ ഇക്വേഷൻ എന്താവും? 2ma ഇൻറ്റു 4/i പ്ലസ് mb ഇൻറ്റു 4/i ഈക്വൽ ടു -6 ഇൻറ്റു -13.37 ഡിവൈഡഡ് ബൈ 4i. അപ്പോൾ ഇതെന്താവും? 8ma പ്ലസ് 4mb ഈക്വൽ ടു 20.1. ഇത് നമുക്ക് ഫസ്റ്റ് ഇക്വേഷനായിട്ട് എടുക്കാം. ഓക്കെ ആണല്ലോ. ഇത് നമ്മൾ ഏത് സ്പാനാണ് കണ്ടുപിടിച്ചത്? A0 AB. ഇനി നെക്സ്റ്റ് സ്പാൻ കൺസിഡർ ചെയ്യണം, ABC. ഓക്കെ, അപ്പോൾ കൺസിഡറിങ് സ്പാൻ ABC. ഓക്കെ, ഞാൻ ഫിഗർ ഒന്ന് റഫായിട്ട് വരയ്ക്കാം. ഇത് A, ഇത് B, ഇത് C. ഓക്കെ, ഇത് 30, ഇത് 10, ഇത് -10, ഇത് 2 മീറ്റർ, 2 മീറ്റർ, ഇത് 2 മീറ്റർ, ഇത് 2 മീറ്റർ. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് x1 സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്? x1 എന്ന് പറയുന്നത് ഇവിടുന്ന് നോക്കും, അത് പിന്നെ പറയാം. ഓക്കെ, അത് പിന്നെ ഞാൻ പറയാം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്?
ക്ലാപ്പിറോൺസ് തിയറം ഇക്വേഷൻ എഴുതുന്നതെന്ന് വെച്ചാൽ അറിയാലോ, ജനറൽ ആയിട്ടുള്ള നമ്മൾ പഠിച്ചത് MA ഇൻറ്റു L1/I1 പ്ലസ് 2MB ഇൻറ്റു L1/I1 പ്ലസ് L2/I2 പ്ലസ് MC ഇൻറ്റു L1/I1 ഈക്വൽ ടു -6 ഇൻറ്റു A1x1/I1L1 പ്ലസ് A2x2/I2L2 പ്ലസ് 6E. ഈ ടേം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്തിനാണ്? ഇവിടെ സപ്പോർട്ട് സിയിൽ സിങ്കിങ് ഉണ്ടാകുന്നുണ്ട്. സിൻ്റെ വാല്യൂ, സിങ്കിങ് വാല്യൂ എത്രയാണ് തന്നത്? സി 8 mm ആണ്. ഓക്കെ, അപ്പോൾ HC എന്ന് പറയുന്നത് 8 mm ആണ്. HA എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അപ്പോൾ പ്ലസ് 6E ഇൻറ്റു HA/L1 മൈനസ് HC/L2. ഓക്കെ ആണല്ലോ. ഇനി ഇതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആദ്യം നമുക്ക് A1x1ഉം A2x2ഉം കണ്ടുപിടിക്കാം. ഓക്കെ, ആദ്യം A1x1 കണ്ടുപിടിക്കാം. നേരത്തെ പോലെ തന്നെ A1 എങ്ങനെയാണ്? ഇതാണ് ഇവിടുന്ന് കൺസിഡർ ചെയ്യുന്നതാണ് x1 എന്ന് പറയുന്നത്, ഇവിടുന്ന് കൺസിഡർ ചെയ്യുന്നത് x2. ഓക്കെ, അപ്പോൾ A1 എന്ന് പറയുന്നത് ആദ്യം ഈ ഫിഗറിൻ്റെ A1 എഴുതാം. ഹാഫ് ഇൻറ്റു ലെങ്ത് ഇൻറ്റു ഹൈറ്റ് -10 ഇൻറ്റു ഇതിൻ്റെ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് ഇവിടുന്ന്. അപ്പോൾ 2/3 ഓഫ് ദ ലെങ്ത് 2/3 ഇൻറ്റു 2. ഓക്കെ, പ്ലസ് ഇനി ഈ ഫിഗറുണ്ട് ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു 10 ഇൻറ്റു ഇതിൻ്റെ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് ഫ്രം എ ആണ്. അപ്പോൾ ഇവിടുന്ന് ഈ ഡിസ്റ്റൻസും കൂടി പ്ലസ് ചെയ്തിട്ട് വേണം എഴുതാൻ. അപ്പോൾ 2 പ്ലസ് ഇതിൻ്റെ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് ഇവിടെ നിന്നാകുമ്പോൾ 1/3 ഓഫ് ദ ലെങ്ത്. അപ്പോൾ 1/3 ഇൻറ്റു 2. ഓക്കെ ആണല്ലോ. അങ്ങനെ നമുക്ക് A1x1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 13.37 കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് A2x2 ആണ് വേണ്ടത്. A2x2 എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഈ ഫിഗർ A2x2 എങ്ങനെയാണ്? ഹാഫ് ഇൻറ്റു ഹൈറ്റ് 30 ഇൻറ്റു ലെങ്ത്ത് 4 ഇൻറ്റു സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടുന്ന്. ഇതിൻ്റെ ഹാഫ് സിമെട്രി ആയതുകൊണ്ട് ഇതിൻ്റെ ഹാഫ് 4/2 ഇസ് ഈക്വൽ ടു 120 കിട്ടും. 4/2 ഓക്കെ ഈക്വൽ ടു 120 കിട്ടും. ഓക്കെ, ഹാഫ് ഇൻറ്റു 30 ഇൻറ്റു ലെങ്ത്ത് ഓക്കെ ഇൻറ്റു 4/2. ഇതാണ് A2x2. ഇനി നമുക്ക് ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് MA ഇൻറ്റു L1/I1 പ്ലസ് L1 എത്രയാണ്? 4 അല്ലേ? 4/I എഴുതിയാൽ മതി. പ്ലസ് 2MB ഇൻറ്റു 4/I പ്ലസ് L2 4 ആണ്. 4/I പ്ലസ് MC ഇൻറ്റു 4/I ഈക്വൽ ടു -6 ഇൻറ്റു A1x1 വാല്യൂ എത്രയാണ്? 13.37. ഓക്കെ, 7 ഡിവൈഡഡ് ബൈ 4I പ്ലസ് A2x2 എത്രയാണ്? 120/4I പ്ലസ് 6E ഇൻറ്റു HA എന്ന് പറയുന്ന ടേം ഇവിടെ 0 ആവും എന്ന് വെച്ചാൽ HAയിൽ സെറ്റിൽമെൻറ്റ് ഇല്ല, 0 ആണ്. HA 0 ആണ്. അപ്പോൾ HC എന്ന് പറയുന്നത് മൈനസ് HC എന്ന് പറയുന്നത് എത്രയാണ്? 8 mm ആണ്. ഓക്കെ, 8 mm ആണ്. ഇത് നമ്മൾ മീറ്ററിലോട്ടാക്കണം. മീറ്ററിലോട്ടാക്കുമ്പോൾ 0.008 മീറ്റർ. ഓക്കെ, അപ്പോൾ -0.008 ഡിവൈഡഡ് ബൈ L2 എത്രയാണ്?
4. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഈ ഐ ടേംസ് എല്ലാം എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ 4ma പ്ലസ് 16mb പ്ലസ് 4mc ഈക്വൽ ടു ഇവിടെ -6 ഇൻറ്റു 13.37 പ്ലസ് 120 ഡിവൈഡഡ് ബൈ ഇത് 4i ഡിവൈഡഡ് ബൈ 4i ഓക്കെ പ്ലസ് 6ei സോറി ഇവിടെ ഐ ഇല്ല, നമ്മൾ എലിമിനേറ്റ് ചെയ്തതാണ്. ഓക്കെ 6ei വരും. എന്തിനാണ് ഇവിടെ നമ്മൾ ഇവിടെ ഐ ടേം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എല്ലാം എലിമിനേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. മനസ്സിലായോ? ഐ അങ്ങനെയാണ് 6ei വരുന്നത് ഇൻറ്റു -0.008/4. ഓക്കെ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 4ma പ്ലസ് 16mb പ്ലസ് 4mc ഈക്വൽ ടു ഇവിടെ ഈ ei നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ക്വസ്റ്റ്യനിൽ അവർ തന്നിട്ടുണ്ട്. എന്താ തന്നിട്ടുണ്ട് കാണിച്ചു തരാം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ei സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ 20,000 kN/m². അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ അപ്പോൾ ei സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ വാല്യൂ കിട്ടുന്നതെന്ന് വെച്ചാൽ -440.1 കിട്ടും. ഓക്കെ പിന്നെ എം സിയുടെ വാല്യൂ നമുക്കറിയാമല്ലോ. എം സി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടി. എം സി എത്രയാണ്? -10. ഓർക്കുന്നുണ്ടോ? അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് 4ma പ്ലസ് 16mb ഈക്വൽ ടു 400.1. ഇത് സെക്കൻഡ് ഇക്വേഷനായിട്ട് എടുക്കാം. ഇവിടെ ഈ എം സിയിൽ -10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ നൗ സോൾവിങ് equations 1 and 2. അപ്പോൾ നമുക്ക് ma എന്ന് പറയുന്നത് 17.16 kN/m, mb എന്ന് പറയുന്നത് -29.29 kN/m, mc എന്ന് പറയുന്നത് -10 kN/m കിട്ടും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് സപ്പോർട്ട് റിയാക്ഷൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. ഞാനിപ്പോൾ 3 സ്പാൻ ഇവിടെ സ്പ്ലിറ്റ് ആക്കിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ അതാകുമ്പോൾ നല്ലപോലെ ചെയ്യാൻ നോക്കും, കൺഫ്യൂഷനൊന്നും വരത്തില്ല. ഓക്കെ ഇത് പോയിൻറ്റ് എ, ഇത് പോയിൻറ്റ് ബി, ഇത് പോയിൻറ്റ് സി ആയിട്ട്. ഓക്കെ ഈ മൊമെൻറ്റ്സും ഒക്കെ നമുക്ക് മാർക്ക് ചെയ്യാം. മൊമെൻറ്റ് അറ്റ് എ എത്ര? 17.16. മൊമെൻറ്റ് അറ്റ് എ 17.16 പ്ലസ് ആണ്. പ്ലസ് 17.16 എന്ന് പറയുമ്പോൾ സാഗിങ് ആണ്. അപ്പോൾ ഡയറക്ഷൻ എങ്ങനെ വരും? ഇങ്ങനെ വരും ഡയറക്ഷൻ, എന്നാലേ സാഗിങ് ആവത്തുള്ളൂ. ഇങ്ങനെ വരണം സാഗിങ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത് 17.16 kN/m. നെക്സ്റ്റ് മൊമെൻറ്റ് അറ്റ് ബി എന്താണ്? ഇനി മൊമെൻറ്റ് അറ്റ് ബി എത്രയാണ്? -29.29. അപ്പോൾ ഇവിടെ -29 എന്ന് പറയുന്നത് ഹോഗിങ് ആണ്. അപ്പോൾ ഇങ്ങനെ വരും 29.29 kN/m. ഈ സ്പാനിലാകുമ്പം ഹോഗിങ് ആവണമെങ്കിൽ ഇങ്ങനെ വരും, ഇങ്ങനെയാണ് ആവുന്നത്. ഓക്കെ അതേ കണക്ക് അറ്റ് പോയിൻറ്റ് സിയിൽ എം സി എന്ന് പറയുന്നത് -10 ആണ്. ഇവിടെയും ഹോഗിങ് ആണ്. അപ്പം ഈ പോയിൻറ്റിൽ ഹോഗിങ് ആവണമെങ്കിൽ ഇങ്ങനെ ആവണം. ഓക്കെ ഇത് 10 kN/m. സിമിലർലി ഇവിടെ ഇങ്ങനെ ആവണം. ഓക്കെ 10 kN/m. ഇങ്ങനെയാണ് മൊമെൻറ്റ്സ് ഇടുന്നത്. ഓക്കെ ഇനി റിയാക്ഷൻസ് കണ്ടുപിടിക്കുക. സമേഷൻ അറ്റ് മൊമെൻറ്റ് എ ഈക്വൽ ടു 0 എടുക്കുക. അതിൽ ക്ലോക്ക് വൈസ് പോസിറ്റീവാണ് എടുക്കുന്നത്. ഓക്കെ അതായത് ഈ പോയിൻറ്റിൽ. അപ്പോൾ ആദ്യം മൊമെൻറ്റ്സ് ഒക്കെ നമുക്ക് എഴുതാം. ഏതൊക്കെ? ആദ്യം ഇത് എഴുതാം. ഇത്
ക്ലോക്ക് വൈസ് ആണല്ലോ, ഇങ്ങനെയാണല്ലോ പോകുന്നത്. ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് പ്ലസ് ഇത് ഡിവൈഡ് ആക്കാം ഞാൻ. പ്ലസ് 17.16, ഈ മൊമെൻറ്റും ക്ലോക്ക് വൈസ്, അപ്പോൾ പ്ലസ് 20, ഇതും ക്ലോക്ക് വൈസ് ആണ്, അപ്പോൾ പ്ലസ് 29.29. പിന്നെ RB1 ഇങ്ങനെയാണ് പോകുന്നത് ആണല്ലോ, അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പോൾ മൈനസ് RB1 ഇൻറ്റു ഇവിടം വരെ വരണ്ടേ, മൈനസ് RB1 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് 4 ഈക്വൽ ടു 0. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് RB1 വാല്യൂ കിട്ടും. RB1 ഈക്വൽ ടു പ്ലസ് 16.61 കിലോ ന്യൂട്ടൺ. ഓക്കെ, ഇനി സമ്മേഷൻ ഓഫ് FY ഈക്വൽ ടു 0. ലോഡ് ആക്ട് ആവുന്നതെല്ലാം അപ്വേർഡും ഡൗൺവേർഡും എല്ലാം. ഇവിടെ ഏതൊക്കെയാണ്? RA പ്ലസ് RB1 ഈക്വൽ ടു ലോഡ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അപ്പോൾ റൈറ്റ് സൈഡിൽ 0. അപ്പോൾ RB1 വാല്യൂ നമുക്കറിയാം. അപ്പോൾ RA എന്ന് പറയുന്നത് മൈനസ് 16.61 കിലോ ന്യൂട്ടൺ കിട്ടും. ഈ സ്പാൻ്റെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഈ സ്പാൻ ആകുമ്പോൾ മൊമെൻറ്റ് അറ്റ് B. ഓക്കെ, സമ്മേഷൻ ഓഫ് മൊമെൻറ്റ് അറ്റ് B ഈക്വൽ ടു 0 ടേക്കിംഗ് ക്ലോക്ക് വൈസ് പോസിറ്റീവ്. അപ്പോൾ ഈ മൊമെൻറ്റ് ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, ഈ മൊമെൻറ്റ് ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ മൈനസ് 29.29, ഇത് ക്ലോക്ക് വൈസ്, ഈ മൊമെൻറ്റ് ക്ലോക്ക് വൈസ്, അതുകൊണ്ട് പ്ലസ് 10. പിന്നെ RC1 ഉണ്ട് ആണല്ലോ, മൈനസ് എന്തിനാണ്? ഈ RC1 ഈ പോയിന്റിൽ എത്തണം, ഇങ്ങനെയാണല്ലോ പോകുന്നത്, അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ മൈനസ് RC1 ഇൻറ്റു ഡിസ്റ്റൻസ് 4. പിന്നെ ഈ ലോഡും കൂടി ഉണ്ട് 30, ഈ പോയിന്റ് വരുമ്പം ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് പ്ലസ് 30 ഇൻറ്റു 2 ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് RC1 വാല്യൂ കിട്ടും. RC1 ഈക്വൽ ടു 10.17 കിലോ ന്യൂട്ടൺ ആണ് കിട്ടുന്നത്. ഓക്കെ, അതേപോലെ ഇനി ലോഡ്സ് എടുക്കുക. ഇവിടെ ഏതൊക്കെയാണ്? RB2 പ്ലസ് RC1 ഈക്വൽ ടു 30. ഓക്കെ, RC1 വാല്യൂ നമുക്കറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് RB2 വാല്യൂ കിട്ടും. RB2 ഈക്വൽ ടു 19.38 കിലോ ന്യൂട്ടൺ. ഓക്കെ, പിന്നെ ഇനി നെക്സ്റ്റ് ഇവിടെ ഇതിപ്പം ഫ്രീ എൻഡാണ്, ഇവിടെ ഓവർ ഹാങ്ങിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ മൊമെൻറ്റ് അറ്റ് C എത്രയാണ്? മൊമെൻറ്റ് അറ്റ് C നമുക്ക് കിട്ടിയത് -10 ആണല്ലോ, -10 കിലോ ന്യൂട്ടൺ മീറ്റർ. അപ്പോൾ RC2 എന്ന് പറയുന്നത് ഇത് അപ്വേർഡ്, ഇത് ഡൗൺവേർഡ്, -10 ഈക്വൽ ടു 0. അപ്പോൾ RC2 എന്ന് പറയുന്നത് 10 കിലോ ന്യൂട്ടൺ. അപ്പോൾ നമുക്ക് എല്ലാ വാല്യൂസും കിട്ടും. ഓക്കെ, അപ്പോൾ ഈ RA എന്ന് പറയുന്നത് എന്താണ്? RAക്ക് ഒരു വാല്യൂ ഉള്ളൂ, എത്രയാണ്? -16.61 കിലോ ന്യൂട്ടൺ. RB എന്ന് പറയുന്നത് RB1 പ്ലസ് RB2. RB1 എത്രയാണ്? 16.61 പ്ലസ് RB2 19.38 ഈക്വൽ ടു എത്ര വാല്യൂ അത് എഴുതാം, 35.99. ഓക്കെ, കിലോ ന്യൂട്ടൺ. RC എന്ന് പറയുന്നത് RC1 പ്ലസ് RC2 ഈക്വൽ ടു RC1 എത്രയാണ്? 10.17 പ്ലസ് RC2 10 വിച്ച് ഈസ് ഈക്വൽ ടു 20.17 കിലോ ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാം റിയാക്ഷൻസും കിട്ടി. അനലൈസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സിൻ്റെത് എല്ലാ ഡീറ്റെയിൽസും കണ്ടുപിടിക്കണം. ഓക്കെ.